നമസ്കാരം. ഇന്ന് നമ്മൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലെ ഒരു ക്വസ്റ്റ്യനാണ് പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് HSAയോ അല്ലെങ്കിൽ UPSAയോ LP അസിസ്റ്റൻ്റോ പോലുള്ള എക്സാമുകൾക്ക് KTET പോലുള്ള എക്സാമുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരിത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ADHD ഈസ് നോൺ ആസ് ADHD അറിയപ്പെടുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ സെൻസിറ്റീവ് ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസീസ്, അറ്റൻഷൻ ഡീവിയേറ്റിംഗ് ഹൈപ്പർ സെൻസിറ്റീവ് ഡിസോർഡർ. അപ്പോൾ ഏതാണ് ADHD എന്നത്? ആൻസർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഗ്രൂപ്പ്? താഴെ തന്നിരിക്കുന്നതിൽ പ്രൈമറി ഗ്രൂപ്പ് അഥവാ പ്രാഥമിക ഗ്രൂപ്പ് ഏത്? ക്രൗഡ്, സ്മാൾ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി, ഫാമിലി. ആൻസർ ഫാമിലി അഥവാ കുടുംബം. ഇൻ ഗ്രൂപ്പ് കൗൺസിലിംഗ് ദ റോൾ ഓഫ് എ കൗൺസിലർ ഈസ്. ഒരു ഗ്രൂപ്പ് കൗൺസിലിങ്ങിൽ കൗൺസിലറുടെ ധർമ്മം എന്ത്? ഓർഗനൈസർ, ലീഡർ, ഫോളോവർ, ഹെൽപ്പർ. ആൻസർ ലീഡർ, നേതാവ്. അതാണ് കൗൺസിലറുടെ ധർമ്മം. To analyze the difficulties experienced by students in learning, the teacher can use. കുട്ടികളുടെ പഠന വൈഷമ്യങ്ങളെ വിശകലനം ചെയ്യാൻ അധ്യാപകന് ഉപയോഗിക്കാവുന്നത് എന്താണ്? അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പെർഫോമൻസ് ടെസ്റ്റ്. ആൻസർ ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. Anil usually forgets to do the assignment given by the teacher as he is not interested in doing assignments. This is known as. അസൈൻമെൻറ്റുകൾ ചെയ്യാൻ പൊതുവെ താല്പര്യമില്ലാത്ത അനിൽ സാധാരണ അധ്യാപിക നൽകുന്ന അസൈൻമെൻറ്റുകൾ ചെയ്യാൻ മറന്നുപോകുന്നു. ഇത് അറിയപ്പെടുന്നത് റിപ്രഷൻ, റിഗ്രഷൻ, റിജക്ഷൻ, സപ്രഷൻ. ആൻസർ ഈസ് റിപ്രഷൻ. റിപ്രഷൻ എന്നാണ് ആൻസർ. രാജു ഹാഡ് എ bad habit of stealing. This behavior is reduced by removing of relevant stimulus from him. This process is known as. മോഷണം രാജുവിൻ്റെ ഒരു ശീലമാണ്. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി അവന് പ്രാധാന്യമുള്ള ഒരു സാഹചര്യം അവനിൽ നിന്നും അങ്ങ് എടുത്തു മാറ്റുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവ് പണിഷ്മെൻറ്റ് and negative punishment. Answer is negative punishment. ഋണശിക്ഷാ രീതി എന്ന് മലയാളത്തിൽ പറയും. Negative punishment. If a test measures exactly what it is supposed to measure, the test is having. If a test measures exactly what it is supposed to measure, the test is having. ഒരു പരീക്ഷയിൽ കൂടി എന്താണോ വിവക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നേടാൻ കഴിയുമെങ്കിൽ ആ പരീക്ഷയ്ക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്വഭാവമാണുള്ളത്? വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഡിസ്ക്രിമിനേഷൻ. ആൻസർ വാലിഡിറ്റി അഥവാ സത്യസന്ധത. ഹൗ വിൽ യു ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റ് സ്റ്റുഡൻസ്? നിങ്ങളുടെ വിദ്യാർത്ഥികളിൽ ആന്തരിക പ്രേരണ ഉളവാക്കാൻ എന്തു ചെയ്യും? ഹൗ വിൽ യു ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റ് യുവർ സ്റ്റുഡൻസ്? ബൈ പ്രൊവൈഡിങ് റിവാർഡ്സ്, ബൈ ഡിസിപ്ലിനിങ് സ്റ്റുഡൻസ്, ബൈ ഹെൽപ്പിംഗ് ദം ടു റിയലൈസ് ദെയർ ഗോൾസ്, ബൈ എൻകറേജിങ് വൺ ടീച്ചിങ്. ആൻസർ ബി ഹെൽപ്പിംഗ് ദം ടു റിയലൈസ് ദെയർ ഗോൾസ്. അവരുടെ ലക്ഷ്യം തിരിച്ചറിയാൻ നമ്മൾ അവരെ സഹായിക്കുന്നു. ദ സ്ട്രാറ്റജി വിച്ച് ഈസ് ഇഫക്റ്റീവ് ഇൻ ഡെവലപ്പിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റി എമംഗ്സ്റ്റ് സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ്.
അപ്പോൾ ദ സ്ട്രാറ്റജി വിച്ച് ഈസ് ഇഫക്റ്റീവ് ഇൻ ഡെവലപ്പിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റി എമംഗ് സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ നേതൃപാഠവും വളർത്തുന്നതിനായി ഉപയോഗിക്കാവുന്ന ഏറ്റവും ഫലവത്തായ രീതി ഏതാണ്? ഓർഗനൈസിംഗ് സ്കൗട്ട്, സ്കൂൾ പാർലമെൻറ്റ് എക്സെട്ര, പ്രൊവൈഡിങ് അവയർനെസ്, എൻഗേജിങ് ഇൻ സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസ്, പ്രൊമോട്ട് ഇൻഡിവിജ്വൽ ലേണിംഗ്. ആൻസർ ഓർഗനൈസിംഗ് സ്കൗട്ട്, സ്കൂൾ പാർലമെൻറ്റ് എക്സെട്ര. സ്കൗട്ട്, സ്കൂൾ പാർലമെൻറ്റ് തുടങ്ങിയവ സംഘടിപ്പിക്കുക. എ സ്റ്റുഡൻറ് ഹു ക്യാൻ ലേൺ ബെറ്റർ ത്രൂ പ്രിപ്പയറിംഗ് കോൺസെപ്റ്റ് മാപ്പ് ഈസ് നോൺ ആസ്. കോൺസെപ്റ്റ് മാപ്പ് ഉപയോഗിച്ച് നന്നായി പഠിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ ഏത് വിഭാഗത്തിൽ പെടുത്താം? ഓഡിറ്ററി ലേണർ, വിഷ്വൽ ലേണർ, എസ്തെറ്റിക് ലേണർ ആൻഡ് ഹാബിച്വൽ ലേണർ. Auditory learner, visual learner, kinesthetic learner and habitual learner. Answer is visual learner. ദൃശ്യ പഠിതാവ്. The carry over of one learning in subsequent learning is known as. ഒരു സന്ദർഭത്തിൽ പഠിച്ചത് മറ്റൊരു സന്ദർഭത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനെ അറിയപ്പെടുന്നത് മെമ്മറി, forgetting, transfer of learning, perception. Answer transfer of learning, പഠനാന്തരണം, transfer of learning. When student can recognize the images in a photograph, he is undergoing. ഒരു ചിത്രത്തിലെ ബിംബങ്ങളെ തിരിച്ചറിയുന്ന കുട്ടി താഴെ പറയുന്നവയിൽ ഏത് പ്രക്രിയയ്ക്കാണ് വിധേയൻ? അറ്റൻഷൻ, സെൻസേഷൻ, തിങ്കിങ്, പെർസെപ്ഷൻ. ആൻസർ പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്നാണ് ആൻസർ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് വൈൽ ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. ഒരു പാഠഭാഗം അവതരിപ്പിക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ്, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, അസൈനിങ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്, സെലക്ഷൻ ഓഫ് ലേണിംഗ് എയ്ഡ്സ്. മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ്, കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുക. The type of guidance given to students which enable themselves to adjust with the environment and become an efficient citizen. കുട്ടികളെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരാക്കാനും കൊടുക്കാൻ കഴിയുന്ന മാർഗനിർദ്ദേശം ഏതാണ്? പേഴ്സണൽ ഗൈഡൻസ്, കരിയർ ഗൈഡൻസ്, വൊക്കേഷണൽ ഗൈഡൻസ്, എൻവയോൺമെൻറ്റൽ ഗൈഡൻസ്. ആൻസർ പേഴ്സണൽ ഗൈഡൻസ് അഥവാ വ്യക്തി അധിഷ്ഠിത മാർഗനിർദ്ദേശം. എ ചൈൽഡ് ഒബേസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സ്കൂൾ. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഡസ് ഹീ ബിലോങ്? സ്കൂളിലെ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കുന്ന ഒരു കുട്ടി മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയുടെ ഏത് ഘട്ടത്തിലാണ്? ഓട്ടോണമസ് മൊറാലിറ്റി, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ആൻസർ കൺവെൻഷണൽ മൊറാലിറ്റി. The most realistic and practicable strategy in dealing with the gifted child is. പ്രതിഭാധനരെ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന ഏറ്റവും യഥാർത്ഥവും പ്രായോഗികവുമായ ഒരു രീതി ഏത്? ആക്സിലറേഷൻ, സെഗ്രിഗേഷൻ, സമ്മർ സ്കൂൾ, എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. ആൻസർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. The tendency for prior learning to inhibit recall of later learning is called. ആദ്യം പഠിച്ച കാര്യങ്ങൾ പിന്നീടുള്ള പഠനത്തെ തടസ്സപ്പെടുത്തുന്നതിനെ വിളിക്കുന്നത് എൻകോഡിംഗ് ഫെയിലുവർ, റിപ്രഷൻ, റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ആൻസർ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. Who proposed the theory of achievement motivation? അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, ഡേവിഡ് മക് ക്ലിലാൻഡ്, ഇ എൽ തോണ്ടേക്ക്. ആൻസർ ഈസ് ഡേവിഡ് മക് ക്ലിലാൻഡ്. A child is unable to relate the size of the vessel and its volume while learning volume of liquids. The child is
ഡെഫിഷ്യൻ്റ് ഇൻ. ദ്രാവകങ്ങളുടെ വ്യാപ്തം പഠിക്കുന്ന വേളയിൽ ഒരു കുട്ടിക്ക് പാത്രത്തിൻ്റെ വലിപ്പവും വ്യാപ്തവും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടി നേരിടുന്ന പ്രയാസം എന്ത്? ഒബ്ജക്റ്റീവ് പെർമനൻസ്, റിവേഴ്സിബിൾ തിങ്കിങ്, കോൺക്രീറ്റ് തിങ്കിങ്, കൺസർവേഷൻ. ആൻസർ കൺസർവേഷൻ. Ram justifies his late coming by using socially acceptable reasons. This is an example of റാം തൻ്റെ താമസിച്ചുള്ള വരവിനെ സാമാന്യമായി അംഗീകരിക്കപ്പെടുന്ന കാരണം പറഞ്ഞ് ന്യായീകരിക്കുന്നു. ഇത് എന്തിന് ഉദാഹരണമാണ്? റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, കോമ്പൻസേഷൻ. ആൻസർ റാഷണലൈസേഷൻ. A series of acts that has been learned through practice which leads to perfection is known as. ക്രമീകൃതമായ പ്രവർത്തനങ്ങളിലുള്ള പരിശീലനത്തിലൂടെ പൂർണ്ണതയിലെത്തുന്നതിനെ പറയുന്നത് ഇൻ്റലിജൻസ്, മെച്ചുറേഷൻ, ഹാബിറ്റ്, സ്കിൽ. ആൻസർ സ്കിൽ, നൈപുണികൾ. A student does a good job on maths problems for homework and the teacher awards a sticker. This demonstrates the use of. കണക്കിലെ ഹോംവർക്ക് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടുവന്ന ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപിക ഒരു സ്റ്റിക്കർ നൽകുന്നു. ഇവിടെ എന്താണ് ഉപയോഗിക്കപ്പെടുന്നത്? റീഇൻഫോഴ്സ്മെൻറ്റ്, എക്സ്റ്റിങ്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ജനറലൈസേഷൻ. ആൻസർ റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ പ്രബലനം. Visual span of attention can be measured using. വിഷ്വൽ സ്പാൻ ഓഫ് അറ്റൻഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മുള്ളർ ലെയർ അപ്പാരറ്റസ്, ടാക്കിസ്റ്റോസ്കോപ്പ്, റിയാക്ഷൻ ടൈം അപ്പാരറ്റസ്, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. ആൻസർ ടാക്കിസ്റ്റോസ്കോപ്പ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് അറ്റ് യൂണിഫോം റേറ്റ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് ഡയമെൻഷൻസ് ആർ interrelated. Development is a simple concept when compared to growth. Growth and development is not continuous. Answer, growth and development in various dimensions are interrelated. വിവിധ തലങ്ങളിലുള്ള വളർച്ചയും വികാസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. Who describes adolescence as the stage of life in which the individual's thoughts start taking more of an abstract form. കൗമാര കാലഘട്ടത്തിൽ ചിന്താശേഷി തുടങ്ങുന്നത് അമൂർത്തതയിലൂന്നിയാണ് എന്ന് പ്രതിപാദിച്ച മനഃശാസ്ത്രജ്ഞൻ? സിഗ്മണ്ട് ഫ്രോയിഡ്, ആൽബർട്ട് ബൻഡൂര, ജീൻ പിയാഷെ, മാർഗരറ്റ് മീഡ്. ആൻസർ ജീൻ പിയാഷെ. The term of scientific approach to classroom control. ക്ലാസ് നിയന്ത്രണത്തിനുള്ള ശാസ്ത്രീയ രീതിയെ പറയുന്ന പേര്? ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ക്ലാസ് റൂം ഇൻസ്പെക്ഷൻ, ക്ലാസ് റൂം സൂപ്പർവിഷൻ, ക്ലാസ് റൂം കൺട്രോൾ. ആൻസർ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. Who among the following psychologists emphasized observational learning? താഴെ പറയുന്ന മനഃശാസ്ത്രജ്ഞരിൽ നിരീക്ഷണത്തിന് ഊന്നൽ നൽകിയതാര്? ജെറോം എസ് ബ്രൂണർ, ലെവ് വൈഗോസ്കി, ആൽബർട്ട് ബൻഡൂര, ഡാനിയൽ ഗോൾമാൻ. ആൻസർ ആൽബർട്ട് ബൻഡൂര. വൈഗോസ്കി എക്സ്പ്ലെയിൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. വൈജ്ഞാനിക വികാസത്തെ വൈഗോസ്കി വിശദീകരിക്കുന്നത് as a sequence of learning, stimulus response association, as a result of experiences of children in terms of social and cultural context, as generally predetermined, as a result of biological maturation. അപ്പോൾ ആൻസർ as a result of experiences of children in terms of social and
കൾച്ചറൽ കോണ്ടാക്ട്സ്, കുട്ടികളുടെ സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമായി എന്നാണ് വൈജ്ഞാനിക വികാസത്തെക്കുറിച്ച് വൈഗോസ്കി വിശദീകരിക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ ലേണിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ലേണിംഗ് ഈസ് നോൺ ആസ്, യഥാർത്ഥ പഠനനിലയും ആർജിക്കാൻ കഴിയുന്ന പഠനനിലയും തമ്മിലുള്ള അന്തരം. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്. ആൻസർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഉള്ളത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യാം, പക്ഷെ വീണ്ടും വീണ്ടും കേൾക്കുക.